ജോർജറ്റിലെ ലക്നവി എംബ്രോയിഡറി ചെയ്ത സൽവാർ സെറ്റിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. 2 ഡിസൈനിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് പാറ്റേൺ വരുമ്പോൾ നമുക്ക് നല്ല യോക്ക് പാറ്റേൺ വരും. പിന്നെ നമുക്ക് ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഒരു വർക്ക് വരുന്ന ഡിസൈനും വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ പാറ്റേൺ നമ്മൾ കാണുന്നത്. ഈ ഒരു ലൈറ്റ് ലാവൻഡർ ടോണിൽ വന്നിട്ട് യോക്കിൽ നമുക്ക് ലക്നവി എംബ്രോയിഡറി വരും. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് സ്വീക്കൻസ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ നമുക്ക് സ്വീക്കൻസ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ കുഞ്ഞു കുഞ്ഞ് ഡിസൈനായിട്ട് ഇങ്ങനെ വരും. നോർമലി നമ്മൾ ലക്നവിൽ കാണുന്ന പോലെ തന്നെ വരും. എന്നിട്ട് ദാമനിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നെറ്റിൻ്റെ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. നല്ലൊരു ലൈറ്റ് ലാവൻഡർ ടോൺ, അതായത് പേസ്റ്റൽ ടോണിലാണ് ഈ സെറ്റൊക്കെ വരുന്നത്. ബോട്ടം നമുക്ക് വന്നേക്കുന്നത് സാൻറ്റൂൺ സിൽക്കിൻ്റെ ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ട വരുമ്പോൾ ജോർജറ്റിൽ തന്നെയാണ് ദുപ്പട്ട. നല്ല രസമായിട്ടുള്ള ദുപ്പട്ടയാണ്. നല്ല കോൺസെപ്റ്റാണിത്. കുഞ്ഞു കുഞ്ഞു ഫ്ലവർ ഡിസൈൻസ് വരുന്നുണ്ട്. അതുപോലെ സൈഡിൽ നല്ല ഒരു ക്രോഷ്യയുടെ ലേസ് 4 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഡിസൈൻ വന്നേക്കുന്നത്. നല്ലൊരു ഫ്ലവർ ഡിസൈനും സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ടാണ് ഇത് നമുക്ക് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ടയുടെ എൻഡിൽ നല്ലൊരു ലൈൻസ് പോലെ വന്നിട്ട് എംബ്രോയിഡറി ചെയ്ത് ക്രോഷ്യോ ലേസും കൊടുത്തിട്ടാണ് ഇത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓഫ് വൈറ്റ് ടോൺ വരുന്നുണ്ട്. സെയിം പാറ്റേൺ തന്നെ നല്ലൊരു ലൈറ്റ് പീച്ചിഷ് പിങ്ക് കളറാണ് ഇത് വരുന്നത്. പിന്നെ നല്ല എലഗൻ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ടോണിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു വർക്കാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത്. നല്ല ലൈറ്റ് പീച്ചിഷ് പിങ്ക് കളറാണിത്. ഇതിൽ നല്ല സ്വീക്വൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ദാമനിലേക്ക് വരുമ്പോൾ നമുക്ക് കാന്ത എംബ്രോയിഡറി പോലെ ലൈൻസ് കൊടുത്തിട്ട് എൻഡിൽ നമുക്ക് നെറ്റിൻ്റെ ലേസും കൊടുത്ത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടായിരിക്കും വരുന്നത്. ബോട്ടം സാൻറ്റൂൺ സിൽക്കിലും ദുപ്പട്ട നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെയാണ് പ്ലെയിൻ ദുപ്പട്ട വന്നിട്ട് എൻഡിൽ ഇങ്ങനെ ആ ഒരു കാന്ത വർക്കും സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. കളർ പാറ്റേൺ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം കളർ പാറ്റേൺ തന്നെയായിരിക്കും. ഓഫ് വൈറ്റ്, ലാവൻഡർ, പിന്നെ നമുക്ക് ബ്ലൂവിലാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ 2 ഡിസൈൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുവെക്കാം. ഇങ്ങനെയാണ് ഈ സൽവാറിൻ്റെ ഫുൾ വ്യൂ നമുക്ക് വന്നേക്കുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ്. ബാക്ക് പോർഷൻ നമുക്ക് പ്ലെയിൻ ആയിട്ട് വരും. ഫ്രണ്ട് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ കാണിച്ച സെയിം പാറ്റേൺ തന്നെ വന്ന് ദാമനിൽ നെറ്റിൻ്റെ ലേസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കുവാണ്. സാൻറ്റൂൺ സിൽക്കിൻ്റെ ടോൺ ടു ടോൺ ആയിട്ടുള്ള ബോട്ടോ. ദുപ്പട്ട വരുമ്പം ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ പാറ്റേൺ വന്നത്. നല്ല രസമാണ് അതിൽ ആ ഒരു സ്വീക്വൻസ് വർക്കൊക്കെ ചെയ്യാൻ. ഓവറോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. സെയിം പാറ്റേൺ ഇത് നമുക്ക് നല്ലൊരു ഓഫ് വൈറ്റ് ടോണിലാണ് വരുന്നത്. ഇത് നമുക്ക് നല്ലൊരു പീച്ചിഷ് പിങ്ക് ടോണിലാണ് വന്നേക്കുന്നത്. സെയിം പാറ്റേൺ നല്ല രസമായിട്ടുള്ള ലൈറ്റ് ബ്ലൂ ടോണിലാണ് ഈ സെറ്റ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ നെക്സ്റ്റ് പാറ്റേൺ വന്നേക്കുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് പോർഷൻ ഫുൾ ഐറ്റം എംബ്രോയിഡറി ആണ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ദാമനിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാന്തായുടെ സ്റ്റിച്ചിങ്ങിന് ലൈൻസ് പോലെ പോയിട്ടുണ്ട്. നെറ്റിൻ്റെ ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ഫുൾ വരും. സാൻറ്റൂൺ സിൽക്കിൻ്റെ പ്ലെയിൻ ബോട്ടോ. ദുപ്പട്ട വരുമ്പോഴത്തേക്ക് നമുക്ക് ലക്നവി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ലൈറ്റ് ഒരു പീച്ചിഷ് പിങ്ക് കളറാണ്. നല്ല രസമായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് വന്നേക്കുന്നത്. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നമുക്ക് നല്ലൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. ഇതൊരു ലൈറ്റ് ലാവൻഡർ ടോണാണ്. ഇതിലും സെയിം പാറ്റേൺ തന്നെയാണ് എംബ്രോയിഡറി വരുന്നത്. ബോട്ടം സാൻറ്റൂൺ സിൽക്കിൻ്റെയും ദുപ്പട്ട നമുക്ക് വരുമ്പോൾ പ്യുവർ ജോർജറ്റ് ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത്. സെയിം പാറ്റേൺ ലൈറ്റ് ബ്ലൂ ടോണിലാണ് ഈ സെറ്റ് വരുന്നത്.